നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവി നമഃ. സർവരുഹ രോഹ വരാഹ സർവകഷ്ട വിദ്വേഷണം. ഇനി മെയ് മാസം വരും തേയ്പിറ പഞ്ചമി തിഥി അപ്ഡേറ്റ് പറയാം. പഞ്ചമി തിഥി വന്നിട്ട് മെയ് 6 ബുധനാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത്. മെയ് 5 ചൊവ്വാഴ്ച രാത്രി 9 മണിയോട് കൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. മുന്നേ ഇരുന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വരുന്നവർക്ക് ഓൾ പ്രൊസീജിയേഴ്സും അറിയാം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വരുന്നവരാണ് നിങ്ങൾക്കും ചേരണച്ചാല് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് ചൊവ്വാഴ്ച നോർമലി വന്നിട്ട് ചൊവ്വാഴ്ചകളില് വരാഹിയമ്മനക്ക് വഴിപാട് ചെയ്യും, മുരുകർക്ക് വഴിപാട് ചെയ്യും. ഇങ്ങനെയുള്ള വഴിപാടൊക്കെയാണ് നമ്മൾ ചെയ്തു പോരുന്നത്. എന്നാല് ചൊവ്വാഴ്ച ചെയ്യേണ്ട ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാട്, നിങ്ങൾക്ക് നിറയെ നന്മകൾ കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ നിറയെ അത്ഭുതങ്ങൾ നടക്കും, അതിശയങ്ങൾ നടക്കും, യോഗങ്ങൾ ഉണ്ടാവും. എന്താണ് ആ വഴിപാട് വെച്ചാല് ആദിശേഷൻ വഴിപാട്. ആദിശേഷൻ എന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും എന്താണ് ഓർമ്മ വരുന്നത്? കൃഷ്ണര് വന്നിട്ട് പാമ്പോടെ തലമേലെ നിന്ന് ഡാൻസ് ആടുമില്ലേ, അവരാണ് ആദിശേഷര്. അത് നമുക്ക് ഓർമ്മ വരുമല്ലോ. കാരണം അത് വന്നിട്ട് ഒത്തിരി ഫേമസ് ഇല്ലയാ. കൃഷ്ണരോട് സീരിയലെല്ലാം നോക്കിയാല് ചൂണ്ടുവിരലിൽ അവരെ മലയെ തൂക്കിയെടുക്കുന്നത്, 5 തലയുള്ള നാഗത്തിനെ വന്നിട്ട് അവർ അടക്കണത്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമുക്ക് നോക്കുമ്പോൾ അത് വലിയവരായാലും ശരി, ചെറിയ കുഞ്ഞു മക്കളായാലും ശരി, ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോറികൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ ഈ ആദിശേഷർക്കും അല്ലേ, അവരെയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത്. ആദിശേഷൻ എന്നത് നാഗ വഴിപാട്. ശരിയാ, ഓപ്പണാ പറഞ്ഞാല് നാഗ വഴിപാട്. ഇതെന്താ വെച്ചാല് നമ്മൾ കരുതിയിട്ടിരിക്കുന്നത് നാഗ വഴിപാട് എന്നാല് സാധാരണ രാഹു കേതുവിന്റെ പ്രശ്നമുള്ളവർ മാത്രം പ്രാർത്ഥിക്കേണ്ടതെന്ന്. അങ്ങനെയാണ് ഒട്ടുമുക്കാൽ പേരും കരുതിയിരിക്കുന്നത്. എന്നാല് ആത്മീക രീതി എന്താ പറയച്ചാല് മാസത്തില് ഒരു തവണയെങ്കിലും ആദിശേഷൻ വഴിപാട് ചെയ്യുക എന്നത് ആ കുടുംബത്തിനെ വന്നിട്ട് ഒരു നന്മയെ കൊടുക്കുമെന്ന്. ആ കുടുംബത്തിന് വന്നിട്ട് ഇപ്പോ രാഹു കേതു പ്രശ്നം ഇരുന്നാലും അത് ശരിയാവും. വേറെ എന്തെങ്കിലും ദോഷങ്ങളാലെ ബാധിക്കപ്പെട്ടിരുന്നാലും അവങ്ങൾക്കും അത് ശരിയാവും. മാത്രമല്ല, അടിക്കടി നാഗങ്ങൾ നമ്മുടെ കണ്ണിൽ പെടില്ലേ. സ്വപ്നത്തിലൊക്കെ നാഗം ഇങ്ങനെ വരുന്നതായിട്ട് നമ്മൾ കാണൂല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പാടില്ല എന്ന് കരുതുന്നവർക്കും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ചില പേർക്ക് ഈ സ്കിന്നിൽ അലർജി മാതിരി ചില പേർക്ക് വരുമല്ലേ. സ്കിന്ന് നോക്കിയാൽ ഇങ്ങനെ വെടിച്ചിരിക്കണ മാതിരി, കൈയും കാലും ഒക്കെ ഇങ്ങനെ ലൈൻ ഇട്ട മാതിരി വെടിച്ച് ഇരിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ വരും. അങ്ങനെ സ്കിൻ അലർജി സംബന്ധപ്പെട്ട വിഷയത്തിനും ഈ നാഗ വഴിപാട് എന്നത് ഭയങ്കര പവർഫുൾ ആയത്. നല്ലൊരു റിസൾട്ട് അതിന് കിട്ടും. ഇന്നും നിറയെ കാര്യങ്ങൾക്ക്, അതായത് തീരാത്ത അസുഖത്തിനാലെ ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക്, അങ്ങനെയൊക്കെ നിറയെ ഏകപ്പെട്ട വിഷയത്തിന് വന്നിട്ട് ഇത് കൈകൊടുക്കും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാമ്പെന്നാല് പടയും മടങ്ങും എന്നുള്ളത്. എന്നാല് ഇവിടെ ഒരു അത്ഭുതം എന്താ വെച്ചാല് മഹാവിഷ്ണു അവരുടെ കിടക്കയായിട്ടേ നാഗത്തിനെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുക്കണ്ണൻ എന്ന് പറയുന്ന ശിവനെ നോക്കിയാൽ എന്താ, കഴുത്തിലെ നാഗത്തിന് ചുറ്റിയിരിക്കുന്നു. ഇങ്ങനെ നാഗങ്ങളെ വന്ന് ആദിശേഷനെ വഴിപാട് ചെയ്യുന്നു. എല്ലാ നാഗങ്ങളും ചേർന്ന് നാഗത്തിനെ വഴിപെടുന്ന, അതായത് വഴിപാട് ചെയ്യുന്നത് ആദിശേഷ വഴിപാടാണ്. ഈ ആദിശേഷ വഴിപാട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള പ്രശ്നമായാലും ശരി, അതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. നമ്മുടെ ശരീരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഏർപ്പെടുത്തக்கூடிய ഒരു ശക്തി വന്നിട്ട് ഈ നാഗങ്ങൾക്ക് ഇരിപ്പുണ്ട്. അതിനാലെയാണ് നാഗത്തിനെ ഒരു അടയാളമായി കുണ്ടലിനി വന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയുള്ള നിറയെ വിഷയങ്ങൾ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. സോ ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മാസത്തില് ഒരു തവണ, അത് ചൊവ്വാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും, അതല്ല അമാവാസ്യ തിഥിയോ, ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാം. അതല്ല വെച്ചാല് വൈകുന്നേരം നിങ്ങൾ പൂജാറയിൽ വിളക്ക് വയ്ക്കുന്ന ടൈമില്ലയാ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അന്നത്തെ ദിവസം തീരുന്നതിന് മുന്നേ ആയിട്ട്, ഇപ്പൊ ചൊവ്വാഴ്ച ആണെങ്കിൽ അന്ന് ചൊവ്വാഴ്ച തീരുന്നതിന് മുന്നേ ആയിട്ട് ഒരു ദീപം വെച്ച് നിങ്ങൾ ഈ വഴിപാട് ചെയ്തോളുക. ആദിശേഷ വഴിപാട് ചെയ്യുക എന്നുള്ളത് ഒത്തിരി സിറപ്പാന ഒരു കാര്യം. ഇനി ഇത് ചെയ്യാനായിട്ട് റൂൾസ് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായും റൂൾസ് ഇരിക്കുന്നുണ്ട്. ഈ വഴിപാട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്.
ഈ വഴിപാട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല. അത് മാത്രമല്ല പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല. വേറൊന്ന്, ഇപ്പൊ നിങ്ങൾ രാവിലെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ നമ്മൾ നോൺ വെജ് കഴിക്കില്ലല്ലോ, അതുകൊണ്ട് അത് വിഷയമാവില്ല. ബട്ട് നിങ്ങൾ വൈകുന്നേരം ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരു 4 മണിക്കൂർ മുന്നേ ആഹാരം കഴിച്ച് അതിനുശേഷം ഫാസ്റ്റിംഗിലായിരിക്കണം. വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ സമയത്ത് 4 മണിക്കൂറിന് സമയത്ത് ഫാസ്റ്റിംഗിലിരുന്ന്, അതായത് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ശരിയാ? വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി ഈ വഴിപാട് എങ്ങനെ ചെയ്യണം വെച്ചാല്, നിങ്ങൾ മനസ്സാലെ നിങ്ങൾക്ക് എന്ത് കാര്യമാണ് നടക്കേണ്ടത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളുക, വേണ്ടിക്കൊള്ളുക. മാത്രമല്ല, ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോളുക. വേണ്ടിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാല്, നിങ്ങൾ വന്നിട്ട് ഒരു ടംബ്ലർ പാലെടുത്ത് വെച്ചോളുക. ഒരു ടംബ്ലർ പാലും കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഇതാണ് നമുക്ക് വേണ്ടിയ പൊരുൾകൾ. ഈ വഴിപാട് നമ്മൾ ചെയ്യുന്നതിലൂടെ ആദിശേഷന്റെ അനുഗ്രഹം മാത്രമല്ല നമുക്ക് കിട്ടുന്നത്, കൃഷ്ണരോട് അരുളും നമുക്ക് കിട്ടും. ഇതിലൂടെ നമുക്ക് കൃഷ്ണരോട് അരുള്, പെരുമാളോട് അരുള്, വിഷ്ണുവോട് അരുള്, ഇതെല്ലാം നമുക്ക് കിട്ടും. മാത്രമല്ല ശിവഭഗവാനോട് അരുളും നമുക്ക് കിട്ടും. ഇത്രയും ദൈവങ്ങളോടെ അരുൾ വന്നിട്ട് ഈ ആദിശേഷൻ വഴിപാടില് ഇരിക്കുന്നുണ്ട്. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാടായിട്ടാണ് ഇതിനെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ ഒരു ടംബ്ലർ പാലെടുത്ത് വെച്ചോളുക. എന്നിട്ട് ആദിശേഷൻ എന്ന് ഒരു മന്ത്രം ഇരിക്കുന്നുണ്ട്. ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ ഒരു 33 ടൈംസ്, അതായത് 33 തവണ ചൊല്ലണ മാതിരി നോക്കിക്കോളുക. ഞാൻ പറഞ്ഞല്ലോ, ഡേയ്സ് ചൊവ്വാഴ്ച ചെയ്യാം, വെള്ളിയാഴ്ച ചെയ്യാം, അമാവാസിയിൽ ചെയ്യാം. ശരിയാ? ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെയ്യണ മാതിരി ഇരിക്കും. മഞ്ഞപ്പൊടി എന്തിനെന്നാല്, പിന്നെ വേറൊന്ന്, പാല് കാച്ചാത്ത പച്ചപ്പാലായിരിക്കണം. പശുവിൻ പാല് കിട്ടിയാൽ അത്രയും നല്ലത്. അതല്ല കവർ പാലാണെങ്കിലും ഓക്കെ, ഒന്നും പ്രശ്നമില്ല. നമുക്ക് പൊതുവായി അറിയുന്ന ഒരു വിഷയം എന്താ വെച്ചാല്, ഈ നാഗം എന്ന് വെച്ചാല് നാഗത്തിന് മുട്ടയും പാലും കൊണ്ടുപോയി വഴിപാട് ചെയ്യുക എന്നതാണ്. അത് വന്നിട്ട് ഒരു ഐതിഹ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ വഴിപാടില് നമ്മൾ പാൽ വയ്ക്കുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാല്, അധിഷ്ഠങ്ങളെ നമുക്ക് ഏർപ്പെടുത്തി കൊടുക്കുന്നതിനായിട്ട്. ദോഷങ്ങളെല്ലാം ഉടച്ചെറിയപ്പെടുന്ന ശക്തി പാലിനിരിക്കുന്നുണ്ട്. സോ കാച്ചാത്ത പച്ചപ്പാൽ എടുത്തോളുക. ഒരു ടംബ്ലറിലോ അല്ലെങ്കിൽ ഒരു കിണ്ണത്തിലോ നിങ്ങൾ വെച്ചോളുക. പാലെടുത്തോളുക. എന്നിട്ട് മഞ്ഞപ്പൊടി വീട്ടിലിരിക്കുന്നത് എടുത്തോളുക. ഇനി ഞാനൊരു മന്ത്രത്തെ പറ്റി പറഞ്ഞില്ലേ, ആദിശേഷരുടെ മന്ത്രം. ആ മന്ത്രം ഓരോരോ തവണ നിങ്ങൾ ചൊല്ലുമ്പോഴും ഓരോ പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഈ പാലിലേക്ക് ഇട്ടോളുക. ഇപ്പോ ഞാൻ 33 തവണയാണ് അത് ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഈ 33 തവണയും ഒരു ചെറിയ പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്തിടുക, മന്ത്രം ചൊല്ലുക. ശരിയാ? ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഈ പാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ അവസാനം പറയാം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ആ മന്ത്രം എന്താണെന്ന് ഞാൻ ചൊല്ലിത്തരാം. ആദിശേഷനോട് ശക്തിയായ ഈ മന്ത്രത്തെ നിങ്ങൾ തീർച്ചയായും നോട്ട് ചെയ്ത് വെച്ചോളുക. പൊതുവെ വന്നിട്ട് ഞാൻ ഈ അധിഷ്ഠം എല്ലാം ഭയങ്കരമായിട്ട് വിശ്വസിക്കും. എനിക്ക് ലക്കിരിക്കുന്നുണ്ട് എന്ത് വഴിപാട് ചെയ്താലും. അങ്ങനെ വിശ്വസിക്കുന്നവര് ഇത് ചെയ്തോളൂ. നിങ്ങൾക്കിത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ കൈ കൊടുക്കും എന്ന് 100% ഷുവർ. ആദിശേഷരുടെ മന്ത്രത്തിന്റെ പവറേ വന്നിട്ട് അധിഷ്ഠത്തെ ഏർപ്പെടുത്തി കൊടുക്കുക എന്നത്. സോ ഇത് പർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഒത്തിരി ഹെൽപ്പ് ആവും. നോക്കൂ, ഞാൻ ചൊല്ലിത്തരാം. ഓം സഹസ്രശ്രീഷായ വിദ്മഹേ വിഷ്ണു ദൽബായ ധീമഹേ തന്നോ ആദിശേഷ പ്രചോദയാത്. ഓം സഹസ്രശ്രീഷായ വിദ്മഹേ വിഷ്ണുദൽബായ ധീമഹേ തന്നോ ആദിശേഷ പ്രചോദയാത്. ഒന്നുകൂടെ പറയാം. ഓം സഹസ്രശ്രീഷായ വിദ്മഹേ വിഷ്ണുദൽബായ ധീമഹേ തന്നോ ആദിശേഷ പ്രചോദയാത്. ഇത് തന്നെയാണ് ആ മന്ത്രം. ഒരു തവണ ഈ മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്ത് പാലിലിടുക. അതുപോലെ നിങ്ങളിത് 33 ടൈംസ് ചെയ്തോളുക. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഡൗട്ട് വരും, ഈ പാല് മഞ്ഞൾപ്പൊടി ഇട്ട ഈ പാല് എന്താ ചെയ്യേണ്ടി എന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഇപ്പോ പുറ്റുകളൊക്കെ കാണുമല്ലോ, നാഗം ഇരിക്കുന്ന പുറ്റുകൾ അറിയാമെങ്കിൽ അവിടെ ഒഴിച്ചോളുക. അതല്ലാച്ചാല് മണ്ണിനൊഴിക്കുക, ഭൂമിക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ തടിയില് മൺപുറ്റ് മാതിരി ഇരിക്കുന്ന അതിൽ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. ശരിയാ?
ഇല്ലെങ്കിൽ മൺകൂമ്പാരം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കാം. പിന്നെ ചെടികളിൽ ഊത്താമോ എന്ന് ചോദിച്ചാല് ചെടികളിൽ ഊത്തുന്നതിനേക്കാൾ ബെറ്റർ മണ്ണിൽ ഊത്തുന്നതാണ്. ശരിയാ? എന്നാൽ മണ്ണേ ഇല്ലെങ്കിൽ നിങ്ങൾ വീടിന്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾ തന്നെ എവിടെന്നെങ്കിലും കുറച്ച് മണ്ണ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് ഒഴിച്ചോളുക. അങ്ങനെ ഊത്തുക എന്നുള്ളത് അത് ഭൂമിക്കുള്ളിലേക്കേ പോകും. അത് ശരിയാ? ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത തെറ്റുകളും നമ്മുടെ കർമാക്കളില്ലയാ അതെല്ലാം നമ്മളെ വിട്ടു പോകുന്നതിന് ഈക്വലായിരിക്കും. ശരിയാ? മാത്രല്ല ആദിശേഷനുക്കും ഇത് പോയി ചേരും. പെരുമാൾ ഭഗവാനോടെ ആശീർവാദവും നമുക്ക് കിട്ടും. കൃഷ്ണരോടെയും ശിവനോടെയും ആശീർവാദവും നമുക്ക് കിട്ടും. ദോഷങ്ങള്, സ്കിൻ സംബന്ധപ്പെട്ട അലർജീസ്, തീരാത്ത അസുഖങ്ങള് ഏതായിരുന്നാലും ഇപ്പം കടമുണ്ടെങ്കിൽ ആ കടത്തിന്റെ പ്രശ്നം എല്ലാം നമുക്ക് ഇതിലൂടെ ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് കറക്റ്റായിട്ട് ഭൂമിക്കുള്ളിലേക്ക് പോവും. ഞാൻ പറഞ്ഞതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കിക്കൊള്ളുക. നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളെ അതിശയിക്കുന്ന രീതിക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാവും. ഇനി വേറൊന്ന്, നിങ്ങളുടെ വീടിനടുത്ത് പുറ്റുള്ള എന്തെങ്കിലും കോവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പോയി ചെയ്യാവുന്നതാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്തോളുക. ഈ ആദിശേഷരുടെ വഴിപാട് എന്നത് ഭയങ്കര പവർഫുൾ ആയത്. ഇത് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ രാഹു കേതു പ്രശ്നമൊക്കെ ഇരിക്കുന്നവർക്ക് 100% കൈ കൊടുക്കും. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ എല്ലാം നന്നായിട്ട് നടന്നു കിട്ടും. ഇപ്പോ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ പ്രശ്നം വരും, അവരത് അനുഭവിച്ച് തന്നെ ആകണം. പക്ഷെ അതിന്റെ കാഠിന്യം എന്നത് കുറച്ച് കിട്ടും. ശരിയാ? രാഹു കേതുവിനാല് നമുക്ക് വരുന്ന ആ ബാധിപ്പുകളൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് അത് റെഡ്യൂസ് ആയിട്ട് നമുക്ക് കുറച്ച് മനോനിമ്മതി കിട്ടും. നമുക്കിരിക്കുന്ന നാഗദോഷം ഉണ്ടെങ്കിൽ അതും നമുക്ക് റെഡ്യൂസ് ആയി കിട്ടും. ഇത് തുടർന്ന് ചെയ്ത് വരുമ്പോൾ അതുവേ ഇല്ലാതായി പോവുകയും ചെയ്യും. അതിനാലെയാണ് ഇന്ന് ചൊവ്വാഴ്ച നിങ്ങൾ തീർച്ചയായിട്ടും ഈ വഴിപാട് ചെയ്തോളുക. വീട്ടിലിരുന്ന് ചെയ്യുന്നവര് സമയപടത്തിന് മുന്നേ, അതായത് പൂജാറയിൽ ഇരുന്ന് ചെയ്തോളുക. ആദിശേഷനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തോളുക. സോ ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തോളുക. പിന്നെ വേറൊന്ന്, വിശ്വാസത്തോടെ ചെയ്തോളുക. ആദിശേഷനെ ഒരു ദൈവമായിട്ട് മനസ്സിൽ കണ്ട് ചെയ്തോളുക. നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.